ഈ തീരദേശ ജനത തിരുവനന്തപുരം ജില്ലയുടെ കടലോര ഗ്രാമങ്ങളിൽ തിങ്ങിപ്പാർക്കുന്നവരാണ്. അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ കടലുമായി ബന്ധപ്പെട്ടുള്ള മത്സ്യബന്ധനമാണ്. തിരുവനന്തപുരം അതിരൂപതയിലെ 90% ആളുകളും ഈ തീരദേശവാസികളാണ്, മത്സ്യത്തൊഴിലാളികളാണ്. അങ്ങനെയുള്ള ഒരു ജനസമൂഹത്തിന് അവരുടെ ജീവൽ പ്രശ്നങ്ങൾ, അവരുടെ തന്നെ നിലനിൽപ്പിന് ഭീഷണി ഉണ്ടാകുന്ന അവസരത്തിൽ രൂപത ആരും പറയാതെ തന്നെ സ്വാഭാവികമായും ഈ ജനത്തിൻ്റെ ദുഃഖങ്ങളും വേദനകളും ഉൾക്കൊള്ളുകയും അത് പരിഹരിക്കുവാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. അത് പണ്ടുകാലം മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ വാണിജ്യ തുറമുഖ നിർമ്മാണവും അടുത്ത കാലത്തായിട്ട് അത് ഉണർത്തുന്ന തീരം നഷ്ടപ്പെടുന്ന പ്രക്രിയയും രൂക്ഷമാണ്. പല സ്ഥലങ്ങളിലും തീരം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. തീരത്തോട് ചേർന്നുള്ള വീടുകൾ 5, 6, 7 വരി വീടുകൾ നഷ്ടപ്പെട്ടവരുണ്ട്. ഇപ്പോഴും ഗോഡൗണുകളിൽ വീട് നഷ്ടപ്പെട്ട് കഴിഞ്ഞ 4 വർഷമായിട്ട് മനുഷ്യോചിതമല്ലാത്ത സാഹചര്യങ്ങളിൽ താമസിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവവിശ്വാസമുള്ളവർക്കും മനുഷ്യരോട് അല്പമെങ്കിലും ഒരു അനുകമ്പയുള്ളവർക്കും അവരുടെ വിഷയമായിട്ട് അത് സ്വാഭാവികമായിട്ടും മാറും. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി എത്രമാത്രം സാധിക്കുമോ അത്രത്തോളം ഈ ജനവിഭാഗത്തിൻ്റെ അവരനുഭവിക്കുന്ന ഈ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുവാനുള്ള ആ ഒരു പ്രയത്നത്തിൽ മറ്റാരെക്കാളും ഞാൻ തന്നെയാണ് ഈ രൂപതയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകേണ്ടതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആ ഒരു വികാരം, ആ ഒരു ധാരണ തന്നെയാണ് തിരുവനന്തപുരം രൂപതയിലെ എല്ലാ വൈദികർക്കും ഉള്ളത്. ഇത് തിരുവനന്തപുരം ജില്ലയുടെ തീരദേശത്ത് നടക്കുന്ന ഒരു വിഷയമാണെങ്കിലും കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലകളിൽ, തീരദേശ ജില്ലകളിൽ ഈ വിഷയങ്ങൾ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളോടുകൂടി ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മത്സ്യത്തൊഴിലാളി ഇന്ന് നേരിടുന്ന കേരളത്തിലെ കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ തീരദേശത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളി ജാതി മതഭേദമിൻ്റെ ഏത് സമുദായമൊന്നും ഇല്ലാതെ തന്നെ അവർ ഭീഷണി നേരിടുമ്പോൾ ഇത് ആ വിഭാഗത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. പ്രധാനമായും മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽ, അതിനകത്ത് രൂപതയുടെ മാത്രമെന്നുള്ള കാഴ്ചപ്പാടല്ല. ഇതേ വിഷയങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ് പല രൂപതകളിൽ നിന്ന് ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത്. ഇനി ഇതര മതസ്ഥരായിട്ടുള്ളവർ സമൂഹത്തിലുള്ളവരും ഈ സമരപരിപാടിയോട് അനുഭാവപൂർവ്വമാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കാഴ്ചയാണ് ഞങ്ങൾക്ക് വരിക. ഇതുവരെയുള്ള അനുഭവങ്ങൾ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിൻ്റെ അനുഭവങ്ങളാണ്. പക്ഷേ ഇത്രയും ശക്തമായ ഒരു സമര പരിപാടി വന്നിട്ട് പൊതുമാധ്യമങ്ങളിലൂടെ മന്ത്രിയും ഭരണ സംവിധാനവും 7 ആവശ്യങ്ങളിൽ 5 എണ്ണം സമയബന്ധിതമായി ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും അത് വിശ്വസിക്കുന്നു, പ്രത്യാശിക്കുന്നു. വരാൻ പോകുന്ന മീറ്റിങ്ങും പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ കാണുക. മുഖ്യമന്ത്രിയുമായിട്ട് വരാനിരിക്കുന്ന ആ യോഗവും. ഞാൻ ബേസിക്കലി ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്. ഞങ്ങളുടെ വൈദികർ മിക്കവാറും പേര് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അതുകൊണ്ട് ഈ വിഷയം ഞങ്ങളുടെ വിഷയമാണ്. അപ്പം ഞാൻ അറിയാതെ തന്നെ അതിൻ്റെ ഭാഗമാകും. അതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നിലവിൽ ഞങ്ങളുടെ തീരുമാനം അങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ ഈ ന്യായമായ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം നിറവേറുന്നത് വരെ ഞങ്ങൾ സമരം തുടരും എന്നുള്ളത് തന്നെയാണ്. മനുഷ്യത്വമുള്ള ആളുകൾ, കരുണയും സ്നേഹവും മനസ്സിലുള്ള ആർക്കും ഈ ഒരു ജനവിഭാഗത്തെ തുടച്ചു മാറ്റുവാനുള്ള സംഘടിതമായ നീക്കങ്ങൾ അംഗീകരിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഈ ജനവിഭാഗം ഏറ്റെടുത്തിരിക്കുന്ന ഈ സമരപരിപാടിയുടെ ഭാഗമാകുവാൻ, അല്ലെങ്കിൽ അവരോട് കൂടെയുണ്ട് എന്ന് പറയുവാൻ, അത് പ്രകടിപ്പിക്കുവാനായിട്ട് വരും. അത് സ്വാഭാവികമാണ്. നമ്മളിപ്പോഴും മനുഷ്യൻ്റെ നന്മയിൽ വിശ്വസിക്കുകയാണ്. ആളുകളിൽ ഇപ്പോഴും നന്മയുണ്ട്. ഒരു ജനവിഭാഗത്തിൻ്റെ ദുഃഖവും വേദനയും ഉൾക്കൊള്ളുവാനുള്ള മനസ്സ് പൊതുസമൂഹത്തിനുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുക. ന്യായമായ പരിഹാരങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമായിട്ട് തുടരുക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് വേറെ ചോയ്സ് ഇല്ല. ഞങ്ങളുടെ ജീവനും ജീവിതത്തിനും പ്രതിസന്ധി നേരിടുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് വേറെ ചോയ്സ് ഇല്ല. ഈ സമരത്തിൻ്റെ ആരംഭം മുതലേ ഞങ്ങൾ ആദ്യം ഉപയോഗിക്കുന്ന വാക്ക് അത് തന്നെയാണ്. അതിജീവനത്തിന് വേണ്ടിയുള്ള സമരമാണ്. അല്ലെങ്കിൽ തീരദേശത്ത് ഈ ജനസമൂഹത്തെ പാടെ തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിൽ നിന്നൊക്കെ പറിച്ചു നടുന്ന, അതിനെ തുടച്ചു മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷം വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനെതിരെ ചെറുത്തു നിൽക്കുന്നതിൻ്റെ ഭാഗമാണ് സമരം. അതിജീവനത്തിനായുള്ള ഈ പോരാട്ടത്തിൽ ഒരു പടി പോലും പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് ഈ വലിയ ഇടയൻ നമ്മോട് പങ്കുവയ്ക്കുന്നത്. വിഴിഞ്ഞം തുറമുഖ സമരപ്പന്തലിൽ നിന്ന് നിതിൻ ആന്റണിക്കൊപ്പം അജീഷ് സാലു, ഷെക്കേന ന്യൂസ്.